കേരളത്തെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ക്ലൈമറ്റ്, എക്കോണമി, കൾച്ചർ ആൻഡ് ടൂറിസം തുടങ്ങിയവയെ കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലുമാണോ? കേരളത്തെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വളരെ വൈവിധ്യമാർന്നതാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ, ഇടനാടുകൾ, തീരപ്രദേശം എന്നിങ്ങനെ 3 ഭൂപ്രദേശങ്ങളായി തിരിക്കാം. ഈ ഭൂപ്രദേശങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമോ? കേരളത്തിന്റെ ഭൂപ്രദേശങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. പശ്ചിമഘട്ടത്തെ കുറിച്ച് കൂടുതൽ പറയാമോ? പശ്ചിമഘട്ടം കേരളത്തിന്റെ കിഴക്കൻ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു മതിൽ പോലെയാണ്. ഈ പർവ്വതനിരകൾ കേരളത്തിന്റെ കാലാവസ്ഥയെയും നദികളെയും വളരെയധികം സ്വാധീനിക്കുന്നു. പശ്ചിമഘട്ടത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ടോ? പശ്ചിമഘട്ടം കേരളത്തിന്റെ കാലാവസ്ഥയെയും നദികളെയും വളരെ സ്വാധീനിക്കുന്നു. അത് ശരിയാണ്. ഈ പർവ്വതനിരകൾ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴയ്ക്ക് കാരണമാകുന്നു. കൂടാതെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിരവധി നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഈ സ്വാധീനത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമോ, അതോ മറ്റെന്തെങ്കിലുമാണോ അറിയാൻ താല്പര്യം? പശ്ചിമഘട്ടം കേരളത്തിലെ മഴയെ പശ്ചിമഘട്ടം കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യാൻ ഇത് കാരണമാകുന്നു. പശ്ചിമഘട്ടത്തിന്റെ ഈ സ്വാധീനത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ടോ, അതോ മറ്റെന്തെങ്കിലും വിഷയത്തെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്? പശ്ചിമഘട്ടം കേരള